മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇടുക്കിയിൽ ഏലം കർഷകർക്ക് ആശ്വാസം പകരുന്ന ഒരു തീരുമാനം വന്നിരിക്കുന്നു. ഉഷ്ണതരംഗത്തിൽ കരിഞ്ഞുണങ്ങിപ്പോയ ഏലച്ചെടികൾക്കുള്ള നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ച 10 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. കർഷകരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് 8 മാസം കഴിയുമ്പോഴാണ് നഷ്ടപരിഹാരം അനുവദിച്ചിരിക്കുന്നത്. കർഷകർക്ക് പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം വൈകുന്നത് 24 തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. 24 ഇമ്പാക്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ മെയ് പകുതി വരെ നീണ്ടുനിന്ന കടുത്ത വേനലിലും ഉഷ്ണതരംഗത്തിലും ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങിയിരുന്നു. സ്ഥലം സന്ദർശിക്കാനെത്തിയ മന്ത്രിമാരാണ് 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ദുരന്ത ലഘൂകരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഉഷ്ണതരംഗത്തിൽ ഏലച്ചെടികൾ നശിച്ചുപോയ ഇടുക്കിയിലെ കർഷകർക്ക് 10 കോടി രൂപ സഹായം അനുവദിച്ചുകൊണ്ട് ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഉത്തരവിറക്കിയത്. ഉഷ്ണതരംഗത്തിൽ ഏലം മേഖലയിൽ 15,731 ഹെക്ടർ പ്രദേശത്ത് കൃഷിനാശമുണ്ടായതായി ഉത്തരവിൽ പറയുന്നുണ്ട്. വരൾച്ച ബാധിച്ച ഏലം മേഖലയുടെ പുനരുദ്ധാരണത്തിന് കൃഷിവകുപ്പ് കർമ്മ പദ്ധതി സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് ദുരന്ത ലഘൂകരണ നിധിയിൽ നിന്ന് 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. വേനലിൽ കരിഞ്ഞുണങ്ങിയ ഏലം കൃഷിയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയാണ് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. കരുത്തുള്ളതും ചൂടിനെ പ്രതിരോധിക്കുന്നതുമായ ഏലത്തട്ടകൾ വേണം വിതരണം ചെയ്യാനെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. വിളനാശം സംഭവിച്ച് 10 മാസം കഴിഞ്ഞ ശേഷമുള്ള നഷ്ടപരിഹാരം കർഷകർക്ക് എത്രമാത്രം പ്രയോജനപ്പെടുമെന്ന കാര്യം സംശയമാണ്. ഇടുക്കിയിലെ ഏലം കർഷകർക്ക് 2 ദിവസത്തിനകം നഷ്ടപരിഹാരം അനുവദിക്കുമെന്നായിരുന്നു ജനുവരി 1 കൃഷിമന്ത്രി 24 നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞത്. അത് വളരെ വേഗത്തിൽ തന്നെ അത് കൊടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം നമുക്ക് വരുന്ന ചില കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകുന്നതിനുള്ള ചില പ്രയാസങ്ങളാണ്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ അത് കൊടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങും. മന്ത്രിയുടെ പ്രതികരണം വന്ന് 48 ദിവസം കഴിഞ്ഞാണ് ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാര തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കർഷകരോടുള്ള സമീപനം. പിന്നെ എങ്ങനെയാണ് പുതിയ ആളുകൾ കാർഷിക മേഖലയിലേക്ക് വരേണ്ടത്? ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.